അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ എങ്ങനെ ഉണ്ടായിനി? എല്ലാവർക്കും സുഖമായിട്ടൊക്കെ കഴിഞ്ഞില്ലേ? ആർക്കും കുഴക്കും തളർച്ചയും ഒന്നുമില്ലല്ലോ. എല്ലാവരും അൽഹംദുലില്ലാഹ് അങ്ങനെ 2 നോമ്പായില്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാമല്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ ചുട്ട പത്തിരി കുറച്ച് ബാക്കിയുണ്ടേനി, അതും പിന്നെ കുറച്ച് കോഴിച്ചാറ് ബാക്കിയുണ്ട്. അതാണ് കേട്ടോ നമുക്ക് ഇന്ന് പെലച്ചക്ക്. അപ്പോൾ കുറച്ച് ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെറും ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചോറ് ആർക്കും വേണ്ട, വെറും ചോറായതുകൊണ്ട് തന്നെ ആർക്കും വേണ്ട. നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ ആണിച്ചെങ്കിൽ പെലച്ചക്കും തിന്നാൽ പോവും. വെറും ചോറ് ആർക്കും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരി അതിന് കണ്ട് ഉണ്ടാക്കിക്കേനി. അതിന് കുറച്ച് പത്തിരി ഉണ്ട്, പിന്നെ കുറച്ച് പുട്ടും പൊടി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കുറ്റി പുട്ടും ചൂടാന്ന് വിചാരിച്ച്. കുറച്ച് പത്തിരി ഉണ്ടല്ലോ, അപ്പം അങ്ങനെ പത്തിരി ഒക്കെ ഒന്ന് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പുട്ടും പൊടിയൊക്കെ ഒന്ന് നനച്ച് കൊടുത്തേക്കണം കേട്ടോ, ഒന്നും കൂടി കുതിർത്തുക്കണം. പിന്നെ ചായക്കൊക്കെ വെള്ളം വെച്ചിനി, അതിക്ക് പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് സനുട്ടനും മിന്നുട്ടൊന്നും നീച്ചിട്ടില്ല കേട്ടോ, ഓരൊന്നും വിളിച്ചിട്ടില്ല ഇന്ന്. അപ്പോൾ ഫസ്റ്റത്തെ നോൽമ്പ് തന്നെ നോറ്റോടെ തന്നെ നമ്മളെ സനുട്ടനാകെ കുഴങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് വിളിച്ചിട്ടില്ല. അപ്പോൾ എന്നും നോൽമ്പ് ഒഴിപ്പിച്ചാൽ പറ്റൂലല്ലോ, നമ്മളെ വലിയവർക്ക് തന്നെ കജ്ജണില്ല, പെരും വെയിലും ചൂടും വെള്ളത്തിന് ദാഹമൊക്കെ ആയിട്ട്. അപ്പോൾ മക്കളെ പറയണ്ടല്ലോ പിന്നെ മക്കളെ കാര്യം. അപ്പോൾ പിന്നെ മക്കളെയൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇനി അങ്ങനെ ഞങ്ങൾ രണ്ടാളും തന്നെ ഉള്ളൂ കേട്ടോ, ഞാനും ജീനും മാത്രമേ ഉള്ളൂ ഒന്ന് നോൻപൊരിക്കുന്നത്. ഇന്നതാക്കണേ ഒരു കുറ്റി പുട്ട് കണക്കാക്കി പറഞ്ഞ മാതിരിയുണ്ട് കേട്ടോ. ഒരു കുറ്റിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. കുറേ ചുട്ട് വെച്ചാൽ ചിലപ്പോൾ ബാക്കിയേക്കാരം, പിന്നെ ഒരു കുറ്റി പുട്ട് മതിയല്ലോ. കുറച്ച് പത്തിരി ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടി അങ്ങനെ തിന്നാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാക്കണേ നമ്മൾ എന്താട്ടി ആ ഒരു കുറ്റി പുട്ട് ആവിയൊക്കെ വന്നപ്പോൾ ഒന്ന് കുത്തിയെടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഒരു കുറ്റി പുട്ടാവുമ്പോൾ 3 കണ്ടുണ്ടാവും. അപ്പം അതന്നെ മതി. നമുക്ക് പുട്ട് ഭയങ്കര തൃപ്പതിയാണല്ലോ. അപ്പം നിങ്ങൾ വിചാരിച്ചു എങ്ങനെ ഈ പെലച്ചക്കൊക്കെ പുട്ട് തിന്നാൻ കജ്ജുമോ, ചോറിൻ്റെ ഇലയുടെ മക്കളെ തിന്നാൻ കജ്ജ ഇങ്ങനത്തെ ചായക്ക് കടിയാണെന്ന് വെച്ച് തോന്നുന്നു കേട്ടോ. അപ്പോൾ ചിലവർക്ക് ചോറ് കിട്ടേണ്ടി വരും, ചിലവർക്ക് ചായക്ക് കടിയേക്കാരം വേണ്ടി വരാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ ചോറ് വെച്ചിനി കേട്ടോ. അപ്പോൾ ഇക്കൊല്ലം വെച്ചാൽ ബാങ്ക് കുറച്ച് നേരം വൈകിട്ടല്ലേ, 5:25 ആകുമ്പോഴല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ചായ കുടിച്ചാൽ അതെല്ലാം നല്ല, പിന്നെ പെലച്ചക്ക് ചോറൊക്കെ വെച്ചാൽ ചിലപ്പം ചിലവർക്ക് പറ്റും ചിലവർക്ക് പറ്റില്ല. അപ്പോൾ നമ്മളേതായാലും ചായക്ക് കടിയിന്ന് പുട്ടും ഇതുമാണ് കേട്ടോ, പത്തിരിയാണ്. അപ്പോൾ കുറച്ച് പത്തിരി ഞാൻ മക്കൾക്ക് 2 കൊടുത്ത് വെച്ചേക്കണം കേട്ടോ, സനുവിനും മിന്നൂട്ടിയൊക്കെ എടുത്തേക്കണം. പിന്നെ ഞാൻ ഒരു കണ്ട പുട്ട് എടുത്തേക്കണം കേട്ടോ, പിന്നെ 2 പത്തിരി എടുത്തീനി. അപ്പോൾ പുട്ട് ചാറൊക്കെ പാർന്ന് തിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജീനും തന്നെ കുറച്ച് പത്തിരിയും ഒരു കണ്ടം പുട്ടും എടുത്ത്, എന്നാൽ തന്നെ ഒരു കുറ്റിയല്ല ഒരു കണ്ടം പുട്ട് ബാക്കിയായി കേട്ടോ. അപ്പോൾ കുറേ ഉണ്ടാക്കി വെച്ചാൽ ഇതാണ് കുഴപ്പം. അപ്പോൾ ഞാൻ ചായയാണ് കേട്ടോ, സുബൈക്കാണെങ്കിലും പിന്നെ മഗ്‌രിബിൻ്റെ നേരത്താണെങ്കിലും ഒക്കെ നമുക്കൊരു ഗ്ലാസ് ചായ കിട്ടിയാലേ റാത്താവുള്ളൂ. പിന്നെ ജിനുവിന് പിന്നെ പച്ചവെള്ളം മതി കേട്ടോ, അതും ഐസും വെള്ളം വേണ്ടിയത്. ഓന് ചായ ഇഷ്ടമല്ല. അങ്ങനെ ഓന് വെള്ളം കൊടുത്ത് അങ്ങനെ നമ്മൾ പെലച്ചക്ക് അതൊക്കെ കുടിച്ച് നമ്മളെ ടേബിളൊക്കെ ഒന്ന് തുടച്ച് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ. പാത്രവും ഒക്കെ നമ്മൾ പെലച്ചക്കന്നെ മോറി വെക്കും, അടുപ്പും വീതനൊക്കെ സെറ്റാക്കി വെക്കും. പിന്നെ നിസ്കാരം കഴിഞ്ഞാണ്ട് ഒന്ന് കണ്ണ് മാളിയാൽ മതിയല്ലോ. എന്നാൽ പിന്നെ ഉറങ്ങണ്ടെന്നൊക്കെ വിചാരിച്ച് കണ്ടൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കിടക്കും. പക്ഷേങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കണ്ണ് മാളിയാണ്ട് അങ്ങനെ ഉറങ്ങും. പിന്നെ കുറച്ച് നേരം വൈകി നീച്ചാലും പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ പാത്രങ്ങളൊക്കെ മോറി അടിച്ചു വരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതില്ലല്ലോ, പിന്നെ നമുക്ക് നീച്ചിട്ട് പിന്നെ തുടച്ചാൽ മതിയല്ലോ. പിന്നെ കണ്ടമാനം നേരം കടന്നുറങ്ങാനും പറ്റില്ല, മക്കൾക്കൊക്കെ സ്കൂളില്ലേ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ ഇതാക്കണം. സനുവിനും മിന്നൂട്ടിക്കും ചായ കൊടുക്കണം കേട്ടോ, അവർക്ക് പത്തിരി മതിയായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടാക്കും, പത്തിരിയും കോഴിച്ചാറും ഒക്കെ കൊടുത്ത് പിന്നെ ചായ ഉണ്ടേനി കേട്ടോ. സനുവിനും മിന്നൂട്ടിക്കും പിന്നെ ചായ വേണം കേട്ടോ രാവിലെ ആയാൽ. അങ്ങനെ ചായയൊക്കെ കൊടുത്ത് ഓരോ സ്കൂൾക്ക് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ കർട്ടനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ പെയിൻ്റ് അടിച്ചതൊക്കെ ഞാൻ നോമ്പ് കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ. കാരണം നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ പോലൊന്നും കാണുന്നില്ല നമ്മളെ വീഡിയോ. അപ്പം ഓലൊക്കെ വീഡിയോ നമ്മളെ പേരൻ്റെ വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിച്ചതല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ഇനി ആ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇടാം കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കാണാനുണ്ടാകുമല്ലോ. അപ്പോൾ നമ്മൾ ഇനി ഒരു മാസം ഈ വീഡിയോ അങ്ങനെ ഇടുമ്പോൾ ആ വീഡിയോ പോയി തപ്പി തിരഞ്ഞെടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇടണ്ടേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താട്ടിന്നറിയോ, പിന്നെ അടിച്ചുവരലും തുറക്കലും പാത്രം പോലൊക്കെ കഴിഞ്ഞ് പിന്നെ ളുഹർ വാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഓതി കുത്തിർന്നിട്ട് പിന്നെ അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇന്ന് ചോറാണ് കേട്ടോ. ഇന്നലെ പത്തിരി ഉണ്ടാക്കി, അപ്പോൾ ഇന്ന് ചോറാണ്. അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി ഉണ്ട്. അപ്പോൾ തിളപ്പിച്ച് ഊറ്റണമൊന്നുമില്ല. കുറച്ച് വെള്ളം നമ്മൾ അരി എത്ര എടുക്കണമെന്ന് വെച്ചാൽ അതിന് കണക്കാക്കിയിട്ട് കുക്കറിൽ
ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം നിലക്ക് നമ്മൾ വെള്ളം വെച്ചു, അതിക്ക് ഉപ്പിട്ട് കൊടുത്തു, പിന്നെ കുറച്ച് നെയ്യും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചക്കും നോമ്പ് തുറക്കാനും പാടെ കണ്ടുകാണ്ട് ഒരു 200 അരി ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് കുറച്ച് വെള്ളം വെച്ചിക്കണേ. അപ്പോൾ അങ്ങനെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കട്ടോ. എന്നാൽ പിന്നെ തിളപ്പിച്ച് ഊറ്റിയ ഒന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. പിന്നെ 2 നെയ്ച്ചോറിൻ്റെ ഓല ഇട്ടിക്കണം കേട്ടോ. ഈ ഓല ഇട്ടാൽ നല്ലൊരു മണമാണ് കേട്ടോ നമ്മളെ ചോറ്റിന്. പിന്നെ അരിയൊക്കെ കേകി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തല്ലോ, കുറച്ച് നെയ്യും ഉറ്റിച്ച് കൊടുത്തക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ല നമ്മളെ ചോറ് നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നിക്കണം കേട്ടോ. അപ്പം വിസിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഓഫാക്കി വെച്ചിട്ട് അതിൻ്റെ വിസിലൊക്കെ കളഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ നല്ലോണം വെന്തകണ്, വെള്ളമൊക്കെ വറ്റി വെന്തകണ്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചോറ് ദമ്മ് ഇടണയിൽ വെച്ചാൽ അതിൽ തന്നെയാണ് കേട്ടോ ഞാൻ മസാല കൂട്ടിക്കണം. അപ്പോൾ ഉള്ളിയും തക്കാളിയും കരിവേപ്പും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പിന്നെ നമ്മൾ ചതച്ച് വെച്ചുകൊണ്ട് തന്നെ അതൊന്നും പണിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഉള്ളിയും തക്കാളിയൊന്നും വാട്ടുന്ന വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, കാരണം വീഡിയോ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. നോമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും കാണാനൊക്കെ വലിയ പ്രയാസം ഉണ്ടാവും ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ കോഴിയൊക്കെ ഇട്ട് കൊടുത്ത് മസാല നമ്മൾ എന്നും പറയണ മാതിരി തന്നെ നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാം എങ്ങനെ മസാല കൂട്ടുക ബിരിയാണിക്ക്. പിന്നെ കുറച്ച് വെല്ലുള്ളി ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും പാടായിക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ പൊരിച്ച് കോരി എടുക്കണമൊന്നുമില്ല, ഇതേമാതിരി തന്നെ ചോറാണ് ദമ്മിട്ടിട്ട് അതിക്കാണ് പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ നമ്മളെ മസാലയിൽ നിന്ന് കുറച്ച് അതിൻ്റെ വെള്ളം മുക്കിയെടുത്തിന് കേട്ടോ. നമ്മൾ ചോറ്റക്ക് ആ മരുന്ന് ഇടൂലേ, നമ്മൾ മല്ലിച്ചപ്പും ആ മരുന്നൊക്കെ കൂട്ടി കുഴച്ചത്, അപ്പോൾ അതിന് പകരം ഞാൻ ഈ വെള്ളം പാർന്ന് കൊടുക്കലാണ് കേട്ടോ. പിന്നെ ആ മരുന്ന് ഇടേണ്ട ആവശ്യമല്ല, കാരണം നമ്മൾ മസാലയിലൊക്കെ മരുന്നിട്ടതാണല്ലോ. പിന്നെ ചോറൊക്കെ ഇതാക്കണേ ഞാനൊന്ന് നമ്മളെ ദമ്മിടുന്ന കുക്കർക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ചോറ് ഇട്ട് കൊടുത്ത് അത് നിരത്തിൻ്റെ ശേഷം നമുക്ക് അതിൻ്റെ മസാല ഞാൻ കുറച്ച് മുക്കി വെച്ചിരിക്കണമല്ലോ അതും കൂടി ഒന്ന് പാർന്ന് കൊടുത്താൽ മതി. എന്നാൽ നമ്മളെ ചോറ്റിന് നല്ല കളറും ഉണ്ടാകും, പിന്നെ നല്ല രസമാണ് കേട്ടോ. മസാലയിൽ നിന്ന് മുക്കിയെടുത്ത വെള്ളമല്ലേ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഞാൻ ബാക്കിയുള്ള ചോറും കൂടി ഒന്ന് കട്ടുടച്ചിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തോനെ കട്ടകൾ ഇങ്ങനെ ഇത് കുക്കറിലായതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അതൊന്ന് ഉടച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണേ അതൊക്കെ ഇട്ട് ലാസ്റ്റ് കുറച്ചും കൂടി നമ്മളെ ആ മസാലേൻ്റെ വെള്ളം ഉണ്ട്, ഇനി അതും കൂടി പാർന്ന് കൊടുത്ത് പിന്നെ നമ്മളെ വല്ലുള്ളിയും കരിവേപ്പും നമ്മളെ പിന്നെന്താ മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തും അതിക്ക് പാർന്ന് കൊടുത്തിക്കണം കേട്ടോ. ഇനി ഒരു ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് മാത്രം മതി. പിന്നെ ദമ്മിട്ടു മൂടി വെച്ചു, പിന്നെ ഒരു അമ്മിക്കുട്ടി അതിൻ്റെ മേലെ വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറ് ദമ്മിട്ട് ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കണം. പിന്നെ തൈര് ഉണ്ടാക്കിക്കണം കേട്ടോ. പിന്നെ സമൂസ ഉണ്ടാക്കാൻ മസാലയൊക്കെ നമ്മൾ കുറച്ച് തോനെ മസാല കൂട്ടി വെച്ചിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ അതൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും പണി ഒരുക്കി വെച്ചോലൊക്കെ ഉണ്ടാവും. സമൂസേൻ്റെ മസാല ഉണ്ടാക്കിയ അതേമാതിരി കട്ട്ലേറ്റ് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ നമ്മൾ സൈനു കിച്ചണിൽ ഉണ്ടാക്കി വെച്ചിന് കേട്ടോ. പിന്നെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിന് അതേ പറഞ്ഞ മാതിരി നമ്മളും തന്നെ പിന്നെ ഇതേമാതിരി മസാലയൊക്കെ കൂട്ടി വെച്ചിക്കണേ. അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ ഇന്നും ഇങ്ങനെ ഇതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഓരോരുത്തർക്ക് 3 എണ്ണീച്ചോ 4 എണ്ണീച്ചൊക്കെ ഉണ്ടാകും കേട്ടോ. ഇന്ന് നമ്മൾ എല്ലാവർക്കും ഈ 2 എണ്ണം ഉണ്ടാക്കണുള്ളൂ കേട്ടോ. കാരണം ഈ കണ്ടമാനം എണ്ണക്കടികളൊന്നും നമ്മൾ നോമ്പ് തുറന്നാലും അല്ലെങ്കിലും ഒന്നും തിന്നാൻ പറ്റൂല, കണ്ടമാനം എണ്ണക്കടികളൊന്നും പറ്റൂല. അപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മക്കൾക്ക് വലിയ തീർപ്പതി ഉണ്ടാവില്ല, ഏറിയാണ് കേട്ടോ. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പൊരിയൊന്നും ഉണ്ടാക്കിയില്ലേ എന്ന് പറയാം. അപ്പം ഉണ്ടാക്കിയില്ലേ ചോദിച്ചാൽ ഉണ്ടാക്കിക്കണമെന്നും ഉണ്ടാക്കിയിട്ടില്ലേ ചോദിച്ചാൽ ഇല്ലേന്ന് പറയാൻ മാത്രം ഒരു 2 എണ്ണം മാത്രമേ ഉണ്ടാക്കണുള്ളൂ. ഇനി പോൽക്കൊരു പൊറുതിയായിട്ട് വേണ്ട, നോമ്പായാലല്ലേ എത്ര ഇങ്ങനെ കിട്ടുള്ളൂ എന്നൊക്കെ പറയട്ടോ. അപ്പം എന്നാൽ ഓല വിഷമിപ്പിച്ചണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞങ്ങൾക്ക് 4 ആൾക്കും ഈ 2 ഇത് സമൂസ ഉണ്ടാക്കിയെടുത്തേക്കണം കേട്ടോ. പിന്നെ ഓലൊക്കെ ഒന്ന് പള്ളിക്കൊക്കെ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ പള്ളിക്കൽ ഉണ്ടാവും കേട്ടോ തുറക്കാൻ, വെള്ളം ഉണ്ടാവും, ഫ്രൂട്ട്സുകളുണ്ടാവും, പിന്നെ ഇതേമാതിരി കട്ട്ലേറ്റോ സമൂസയോ പഴംപൊരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എണ്ണക്കടികളും അതും ഉണ്ടാവും. പിന്നെ അവിടുന്ന് തിന്നലും ഇവിടുന്ന് തിന്നലും ഒക്കെ പാടായിട്ട് നോമ്പ് കഴിയുമ്പോഴത്തേനും വല്ല അസുഖം വന്ന് ഇതാവും. കാരണം പേടിയാണ് കേട്ടോ നമുക്ക്. വലിയ കുട്ടിക്ക് ഇതേപോലെ തന്നെ നോമ്പിൻ്റെ അന്നാണ് ഇങ്ങനെ എണ്ണക്കടികളും ഒക്കെ തിന്നിട്ട് എന്താ അറിയില്ല നീര് കെട്ട് വന്നിട്ട് ഇങ്ങോട്ട് മുട്ടീനി. അപ്പോൾ എണ്ണമക്കൊന്നും പാടില്ലല്ലോ, അതിൻ്റെ ശേഷം നമുക്ക് ഉണ്ടാക്കാനൊക്കെ പേടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്താട്ടി കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, ഈ 2 എണ്ണം കണക്കാക്കി ഉണ്ടാക്കി. അപ്പോൾ എന്നിട്ട് മിന്നൂട്ടി വെച്ചാൽ എന്തമ്മ എല്ലാവർക്കും ഈ 2 എണ്ണം ഒന്ന് കുറയല്ലേ, ഞാൻ പറഞ്ഞാൽ അത് മതിയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കലക്കി പിന്നെ വീതനയൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഇട്ടു. അപ്പോൾ ഞാൻ മിന്നൂട്ടിനോട് മധുരം ഉണ്ടോ നോക്കാൻ വേണ്ടി കുറച്ച് വെള്ളം അവിടെ വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഓളെ കാണാനല്ല, അപ്പോൾ ഞാനത് അവിടെ വെച്ചിക്കണേ എന്ന് നോക്കിയിട്ട് മധുരം ഇല്ലാച്ചെങ്കിൽ പിന്നെ നമുക്ക് മധുരം ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വീതനയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടു. അപ്പം ഇന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ കുറവാണ് കേട്ടോ. അപ്പക്കില്ല എല്ലാ പാത്രങ്ങളൊക്കെ അപ്പം മൂറി വെച്ചുകൊണ്ട് ഇന്ന് കുറച്ച് പാത്രമുള്ളൂ. നോലുമ്പായാൽ തന്നെ എല്ലാവർക്കും അത് കഴിഞ്ഞാൽ പിന്നെ
പാത്രങ്ങളേക്കാണ് ഇഷ്ടം പോലെ മോറാൻ. അപ്പോൾ അങ്ങനെ ഓൽക്ക് രണ്ടാക്കില്ല ഈ 2 പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കില്ല ഈ 2 ഉണ്ട്. ഓൽക്ക് രണ്ടാക്കില്ലത് ഞാൻ എടുത്തുവച്ചു, പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കില്ലത് ഞങ്ങളവിടെ വെച്ചിരിക്കണം. അപ്പോൾ ബാങ്ക് കൊടുക്കാനായിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും നോമ്പ് തുറക്കാൻ നിൽക്കാൻ കേട്ടോ. ഞാനും മിന്നൂട്ടിയും ഓൾ നോമ്പൊന്നും നോറ്റിട്ടില്ല, എന്നാലും ഓൾ നോലുമ്പോൾ നോറ്റോരെ മാതിരിയാണ് കേട്ടോ. മുന്നിൽ കയറി കുത്തിർക്കൂട്ടോ. ഈ കാരക്ക എടുത്തുകൊണ്ടുവരാനും വെള്ളം കലക്കി കൊണ്ടുവരാനും സമൂസയൊക്കെ എടുത്തേക്കാനൊക്കെ ഭയങ്കര തിരുപ്പതിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മഗ്‌രിബൊക്കെ നിസ്കരിച്ച് യാസീനും തബാറക്കും അർ-റഹ്മാനും അങ്ങനത്തെ എല്ലാ സൂറത്തുകളും ഓതി, പിന്നെ നമുക്ക് കത്തം തീർക്കാനുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഓതി അങ്ങനെ ഇരുന്ന് നമ്മളെന്താട്ടി പിന്നെ ചായ കുടിച്ചാന്ന് വിചാരിച്ച് കേട്ടോ. അപ്പം തന്നെ കുടിച്ചണില്ല, പിന്നെ ചായയൊക്കെ ബാങ്ക് കൊടുത്തിട്ട് നമ്മൾ ചായയൊക്കെ നിസ്കരിച്ചിട്ട് പിന്നെ ചായ കുടിച്ചാന്ന് വിചാരിച്ചു. അങ്ങനെ അതാക്കണേ ഓത്തൊക്കെ ഒരു വൈക്ക് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ സാനുട്ടം വന്നുകാണ്ട് പള്ളിക്ക് വന്നുകാണ്ട് വെച്ച് ചോറ് എരിയാറ് അങ്ങനെ ഇതാക്കണേ. അങ്ങനെ ഒരിക്കും തന്നെ ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ചോറ് വിളമ്പി തൈര് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളങ്ങനെ ചോറ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.